വർഷത്തോളമാകുന്നു ഭാരത് രാഷ്ട്രസമിതി നേതാവും തെലങ്കാനയുടെ മുൻ മുഖ്യമന്ത്രിയുമായ KCRനെ കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ട്? K. Chandrasekhara Rao എന്ന KCR രാഷ്ട്രീയ വനവാസം സ്വയം തിരഞ്ഞെടുത്ത് മാറി നിൽക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് റാവു മറഞ്ഞിരിക്കുന്നത് എന്നതിന് വിശദീകരണമൊന്നുമില്ലെങ്കിലും ഇപ്പോഴിതാ താൻ ശക്തമായ തിരിച്ചുവരവിനൊരുങ്ങുന്നു എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ, BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു എന്നീ മൂന്ന് പക്ഷങ്ങളും ചേർന്ന് തെലങ്കാനയെ വഞ്ചിക്കുന്നു എന്ന തിരിച്ചറിവാണ് പോലും KCRനെ വീണ്ടും രാഷ്ട്രീയ പൊതുമണ്ഡലത്തിലേക്ക് എടുത്തു ചാടാനും പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാനും പ്രേരിപ്പിച്ചിരിക്കുന്നതത്രേ. തെലങ്കാന ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരിനെയും BJP നയിക്കുന്ന കേന്ദ്ര സർക്കാരിനെയും അയൽ സംസ്ഥാനമായ എന്നാൽ തെലുങ്ക് മനസ്സുള്ള ആന്ധ്രാപ്രദേശ് ഭരിക്കുന്ന ചന്ദ്രബാബു നായിഡുവിനെയും പാഠം പഠിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണ് KCR. ഈ മൂന്ന് കക്ഷികളും ചേർന്ന് കൈക്കൊള്ളുന്ന വഞ്ചനാപരമായ സമീപനങ്ങളും നയങ്ങളും ചെറുക്കേണ്ടതിന്റെ ആവശ്യകത രാഷ്ട്രീയ വനവാസത്തിലിരിക്കുന്ന KCRന്റെ മനോമണ്ഡലത്തിൽ ഒരു വെളിപാട് പോലെ വന്നു ചേർന്നിരിക്കുന്നു. ജലവിഭവങ്ങൾ പോലെയുള്ള മേഖലകളിലെ അഴിമതി പ്രവർത്തനങ്ങൾ ഭരണപക്ഷത്തിരിക്കുന്ന എല്ലാ കക്ഷികളും കൂടി നടപ്പാക്കുമ്പോൾ ചെറുക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടെന്നും അതിനായി KCR വീണ്ടും അവതരിക്കുകയാണ്. പാലമാറു രംഗറെഡ്ഡി ലിഫ്റ്റ് ജനസേചന പദ്ധതിയുടെ 90% ജോലികളും തന്റെ ഭരണകാലത്തെ 27,000 കോടി രൂപ ചെലവഴിച്ച് പൂർത്തിയാക്കിയതാണ്. എന്നാൽ കോൺഗ്രസ് സർക്കാർ കേന്ദ്രത്തോട് വെറും 45 TMC അടിയുള്ള വെള്ളം മാത്രമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് വരൾച്ചാ സാധ്യതയുള്ള പ്രദേശങ്ങളെ നശിപ്പിക്കുമെന്നും KCR പറയുന്നു. ചന്ദ്രബാബു നായിഡുവിന്റെ സമ്മർദ്ദത്തിൽ കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ DPR വരെ തിരിച്ചയച്ചപ്പോഴും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ സർക്കാർ മൂകമായി എല്ലാം കണ്ടില്ലെന്ന് നടിക്കുന്നു. ഇതൊന്നും അത്ര ശരിയായ നടപടിയല്ല. തന്റെ തിരിച്ചുവരവിന് ഇതൊക്കെ കാരണമായി KCR കരുതുന്നു. ഈ തിരിച്ചുവരവ് BRS പ്രവർത്തകരെ ഉത്തേജിപ്പിക്കുന്ന വിധത്തിലാണ് KCR ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പാർട്ടി അണികൾ ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതൽ സജീവമാക്കാനും ജനങ്ങൾക്കിടയിൽ പോയി പ്രവർത്തിക്കണമെന്നും KCR നിർദ്ദേശിച്ചിട്ടുണ്ട്. BRS എന്ന രാഷ്ട്രീയ പാർട്ടി ഇന്നലെ വരെ എന്തായിരുന്നു എന്നതിൽ മാറ്റം വരുത്തി ഇനി മുതൽ ഒരു പുതിയ ലക്ഷ്യത്തോടെ പൂർണ്ണ സജ്ജമായി തിരിച്ചു വരുമെന്നാണ് KCR ആർജവത്തോടെ പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേറ്റ തോൽവിക്ക് ശേഷം പാലിച്ച മൗനത്തിന്റെ അവസാനമാകും ഈ തിരിച്ചുവരവെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. KCR തിരിച്ചു വരുന്നു എന്ന പ്രഖ്യാപനം ഉണ്ടായപ്പോൾ തന്നെ എതിർഭാഗത്ത് നിന്ന് വലിയ എതിർപ്പാണ് ഉടലെടുത്തിരിക്കുന്നത്. KCRനെ സാമ്പത്തിക തീവ്രവാദി എന്ന് വിളിച്ചാണ് ഈ വാർത്തയെ മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡി നേരിട്ടത്. കൃഷ്ണ നദിയിലെ ജലവിഹിതത്തിൽ വെറും 29% വിഹിതം സമ്മതിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ അടിയറവ് വയ്ക്കുകയാണ് KCR ചെയ്തത് എന്ന ആരോപണവും റെഡ്ഡി ഉയർത്തിയിട്ടുണ്ട്. ജനുവരി 2, 2026 മുതൽ ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ നേരിട്ട് ചർച്ചയ്ക്ക് വരാനും റെഡ്ഡി KCRനെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. വമ്പൻ പരാജയങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ നടത്തുന്ന വെറും നാടകമാണ് KCRന്റെ തിരിച്ചുവരവ് അറിയിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്നതും ജലസമ്പത്തിനെയും കൃഷിയെയും ചുറ്റിപ്പറ്റി ജനക്ഷോഭം ഉയരുന്നതും പരിഗണിച്ചാണ് KCR വീണ്ടും തിരിച്ചുവരവിനൊരുങ്ങുന്നത് എന്നാണ് തെലങ്കാനയിൽ പലരും വിലയിരുത്തുന്നത്. എന്നാൽ സ്വന്തം കുടുംബത്തിനകത്തും പാർട്ടിയിലുമുള്ള കലഹങ്ങളെ കുറിച്ച് KCR പ്രതികരിച്ചിട്ടില്ല. BRSൽ നിന്ന് പുറത്താക്കപ്പെട്ട മകൾ കവിത ഇപ്പോൾ സഹോദരനും പ്രവർത്തക പ്രസിഡന്റുമായ KT രാമറാവുവിനെയും ബന്ധുകൂടിയായ മുൻ മന്ത്രി ഹരീഷ് റാവുവിനെയും തന്റെ പ്രസ്താവനകളിൽ KCR കുറ്റപ്പെടുത്തിയിട്ടുണ്ട്.